ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 61. പുതിയ പവർ ടീം ആരാണ്? പവർ ടീമിന് വേണ്ടിയുള്ള മത്സരം, പവർ ടീമിനെ തിരഞ്ഞെടുക്കുന്നു. അതൊക്കെയായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. BB ഹോട്ടലിലെ ലാസ്റ്റ് ദിവസമായിരുന്നു ഇന്ന്. ഞാൻ കണ്ടതിൽ ഏറ്റവും വൃത്തികെട്ട BB ഹോട്ടൽ ടാസ്ക് ആയിരുന്നു അത്. ബോസേട്ടൻ വരെ സമ്മതിച്ച കാര്യമാണ്. ബോസേട്ടൻ വരെ പറഞ്ഞു ഇതൊരു പരാജയമായിരുന്നു ഈ ടാസ്ക് എന്നുള്ളത്. വളരെ ഫണ്ണായിട്ട്, വളരെ ഫൺ എലമെൻറ്റോടുകൂടി എൻ്റർടൈനിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ടാസ്കിനെ എങ്ങനെ കുളമാക്കാമെന്ന് ഈ ഒരു കണ്ടസ്റ്റൻസ് പറഞ്ഞു തന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു നല്ല ടാസ്കിനെ കുളമാക്കണോ? സീസൺ 6 കണ്ടസ്റ്റൻസിനോട് കൊണ്ട് കൊടുത്താൽ മതി, അവരത് കുളമാക്കി തരും. ഒരു പേഴ്സണൽ ഗ്രഡ്ജ്, മൊത്തത്തിൽ എനിക്ക് ജയിക്കണം എന്നുള്ളൊരു മോഹം, അല്ലാതെ ഒരു ടാസ്ക് എൻ്റർടൈനിങ് ആക്കുക എന്നുള്ള ഒരു ഐഡിയ ഇവർക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ എൻ്റർടൈനിങ് എന്താണെന്ന് പോലും അറിയില്ല. ഈ സീസണിലെ ഏത് ടാസ്ക്കാണ് ഒരു എൻ്റർടൈനിങ് ആയിട്ട് പോയത്? ഒരു ടാസ്ക് എൻ്റർടൈനിങ് ആയിട്ട് പോയിട്ടില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ പോകുന്ന കണ്ടസ്റ്റൻസാണ് ഇവിടുത്തത്. അതിപ്പം ഓരോ ടീമിൽ, അത് ഒന്നാമത് ടീം ആയതുകൊണ്ടായിരിക്കാം, ഓരോ ടീം അവർ ടീം ജയിക്കാൻ വേണ്ടി ഇങ്ങനെ പവർ ടീം ആ സാധനമൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കാം മേ ബി. എന്തായാലും ഈ ഒരു പവർ ടീമിലേക്ക് ടീം 10 ആണ് വന്നത്. പവർ ടീമുമായിട്ടുള്ള ചലഞ്ചിൽ 3 ചലഞ്ചിലും 2 വിജയിച്ചിട്ട് പവർ ടീമിലേക്ക് 10 വന്നിട്ടുണ്ട്. അപ്പം ഈ 10 വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടിയത് 10 ആണ് ഗസ്റ്റുകളുടെ കയ്യിൽ നിന്ന്. ഇത് ആദ്യമേ സേവതയും സാബുമോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജിൻഡോപ്പനെയും ടീമിനെയും പവർ ടീമിനായിട്ടുള്ള ചലഞ്ചിൽ കൊണ്ടുപോകണം, എങ്കിലേ ഒരു നല്ല കോമ്പറ്റീഷൻ വരുള്ളൂ. അത് അവരറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്, മറ്റു ടീമിന് കൊടുക്കാതെ ഇവർക്ക് തന്നെ കൊടുക്കാനായിട്ടുള്ള ശ്രമം ആദ്യമേ ഉണ്ടായിരുന്നു. അതങ്ങനെയാണ് സംഭവിച്ചു. പിന്നെ നമ്മുടെ സായി ആൻഡ് ടീം ഓൾറെഡി ക്വിറ്റ് ചെയ്തുകൊണ്ട് അവരുടെ പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ ഇന്നത്തെ നോക്കുകയാണെങ്കിൽ അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്? പ്രോപ്പർട്ടി ഡാമേജ്, ഗസ്റ്റുകൾ പോയി കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യുക, അത്രയ്ക്ക് ഗതികെട്ട അവസ്ഥകളൊക്കെയാണ് അവിടെ നിന്ന് ഉണ്ടായത്. അതായത് പേഴ്സണൽ ഗ്രഡ്ജാണ് കൂടുതലും, അല്ലാതെ ഒരു നല്ലൊരു ടാസ്കിനെ നല്ല രീതിയിൽ എൻ്റർടൈനിങ് ആയിട്ട് കൊണ്ടുപോവുക, അങ്ങനെയൊന്നും അവർക്കൊരു വിചാരമില്ല. ഞാനായിരിക്കണം ഒന്നാമത്, ഞാനായിരിക്കണം ബെസ്റ്റ് എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ജിൻഡോ ഉണ്ട് പിന്നെയും കുറച്ചൊരു എൻ്റർടൈനിങ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ജിൻഡോയ്ക്കെല്ലാം പറ്റില്ല. അങ്ങനെ മൊത്തത്തിലൊരു എൻ്റർടൈനർ ഒന്നും അല്ല ജിൻഡോ. ഇപ്പം കമ്പാരിറ്റീവ്ലി മൂക്കില്ല രാജ്യത്തൊരു മുറുമൂക്കൻ രാജാവെന്ന് വേണമെങ്കിൽ പറയാം ജിൻഡോയെ. ഈ സീസണിൽ കപ്പ് കിട്ടാൻ ഇനി കപ്പ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരാൾ, കപ്പ് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാൾ ജിൻഡോയാണ്. അല്ലാതെ ജാസ്മിനൊന്നും കൊടുക്കണമെന്ന് ആരും പറയില്ല. ഇന്ന് എന്തൊക്കെയാണ് അവിടെ കാണിച്ചു വിട്ടത്? ഒരു ടീം ക്വിറ്റ് ചെയ്ത് പുറത്ത് പോകുന്നു, ആ ഗ്ലാസ്സിന് അപ്പുറത്തും ഇപ്പുറം നിന്നിട്ട് തള്ളു പിടി, ഒരു സാധനം തറവിന് പൊട്ടുന്നു. അതിലൂടെ ജാസ്മിൻ എന്തൊക്കെയോ കാണിക്കുന്നു. ശ്രീരേഖ, എൻ്റെ അമ്മോ, ശ്രീരേഖ എന്താണ് കാണിക്കുന്നത്? നല്ല വെറുപ്പിലായിരുന്നു കേട്ടോ. ആക്ച്വലി ശ്രീരേഖയ്ക്കൊന്നും റോളേ ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് ഈ ഒരു ടാസ്കിൽ. പിന്നെയും ജിൻഡോ ആ ഒരു ടീം ഹൗസ് കീപ്പിംഗ് ടീമിന് കുറച്ച് റോൾ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. എൻ്റർടൈനിങ് ടീമിന് യാതൊരു റോളും ഇല്ലായിരുന്നു. കിച്ചൺ ടീം ഓൾറെഡി ക്വിറ്റ് ചെയ്ത് പോയല്ലോ, അതുകൊണ്ട് അവർക്കും റോളില്ലായിരുന്നു. പിന്നെ ഇത് വെളുപ്പീർ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനെ വെളുപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ അവിടെ നടക്കാറുണ്ട്. പക്ഷേ ഇനി അത് ഏത് വഴിക്ക് പോകും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും ഈ സീസണിൽ എവിക്ഷൻ കാണും. ജാസ്മിൻ ഇല്ല, നോമിനേഷൻ ഇല്ല അല്ലേ. അടുത്ത വീക്കിലേക്ക് ഇനി ആര് ഇതിനകത്ത് കയറും എന്നുള്ളതാണ്. ഇപ്പോൾ അവരുടെ ടീമിലേക്ക് ഒരാൾ കയറുമോ ഇല്ലയോ എന്നുള്ളതൊരു കൺഫ്യൂഷനുണ്ട്. കാരണം ഇപ്പം 3 പേരേ ഉള്ള ആ ഒരു ടീമിൽ. അപ്പം ഇന്ന് വേറെ കാര്യമായിട്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ ആയിരുന്നു. പുതിയ പവർ ടീമിനെ തിരഞ്ഞെടുക്കുന്ന പരിപാടി, അതേപോലെ ഇന്ന് ഫുഡ് പുറത്തുനിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു ഗസ്റ്റുകൾ വന്നതുകൊണ്ട്. ഗസ്റ്റുകൾ നാളെ പോകും. പിന്നെ അതേപോലെ ആ ഒരു ഡയമണ്ട് ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരും അടിച്ചു മാറ്റിയിട്ടൊന്നുമില്ല. അപ്പം ആ ഒരു ഡയമണ്ട് കിട്ടുന്ന ആൾക്ക് ഒരു വീക്ക് നോമിനേഷൻ ഫ്രീ കാർഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ആരാണെന്നുള്ളത് നാളെ ചിലപ്പോൾ അറിയാൻ പറ്റും. അല്ലാതെ എന്താ അവിടെ പ്രത്യേകിച്ചൊന്നും കാര്യമായിട്ടൊന്നും നടന്നൊന്നുമില്ല. നാളെ എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ജയിൽ ടാസ്ക് കാണുമല്ലേ. ഇന്നല്ല ജയിൽ ടാസ്ക് വരേണ്ടത്, അത് നാളെയാണ് ജയിൽ ടാസ്ക് വരേണ്ടത്. നാളെയാണ് ജയിൽ ടാസ്ക് വരേണ്ടത്. നാളെയാണ് ജയിൽ ടാസ്ക് വരേണ്ടത്. നാളെ ജയിൽ ടാസ്ക് കാണും. പിന്നെ ക്യാപ്റ്റൻസി, ചിലപ്പോൾ ക്യാപ്റ്റന് വേണ്ടിയിട്ടുള്ളൊരു സാധനവും ചിലപ്പോൾ നാളെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ വട്ടം ജയിൽ ടാസ്കിൽ പോകാനായിട്ട് ചാൻസ് ഉള്ളത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ റസ്മിൻ പോകാൻ പറ്റില്ലല്ലേ. റസ്മിൻ പവർ ടീമിലായതുകൊണ്ട് റസ്മിന് പോകാൻ പറ്റുമോ? ഇല്ലെന്ന് തോന്നുന്നു. കാരണം ഒന്ന് ജാസ്മിൻ വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ അതിലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. റസ്മിനെ പക്ഷേ പുറത്ത് ഇടേണ്ട ഒരാവശ്യമുണ്ട്. കാരണം ഇന്നലെ മറ്റേ ഇതിൽ കയറി പിടിച്ചു ആ ഒരു സാധനം ഉണ്ടായതുകൊണ്ട് റസ്മിൻ ജയിലിൽ പോകേണ്ടതായിട്ട്. ഇനി എന്താണ് നാളെ? ഇതൊക്കെ ഒരു ടീം കളികളാണല്ലോ അവിടെ നടക്കുന്നത്. ആക്ച്വലി എനിക്ക് റസ്മിൻ്റെ കാര്യത്തിൽ ഒട്ടും താല്പര്യമില്ലാത്തൊരു കണ്ടസ്റ്റൻ്റാണ് അവിടുത്തെ. ഒട്ടും താല്പര്യമില്ലാത്ത കണ്ടസ്റ്റൻ്റാണ്. ഭയങ്കര വെറുപ്പീരാണ് എൻ്റർടൈനിങ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത് അവിടെ. സീരിയസ്ലി ഒട്ടും താല്പര്യമില്ല റസ്മിനോട് എനിക്ക്.
പിന്നെ ശ്രീതു ആൻഡ് അർജുൻ ഒരു ടീമിൽ വന്നതുകൊണ്ട് ഇനിയിപ്പം ശ്രീജുൻ എന്ന് പറഞ്ഞൊരു കോംബോ കുറേ കാണേണ്ടി വരും നമ്മൾ. കാരണം ഇനി ഒരു പവർ ടീമിലും കൂടെയാണ് വന്നിരിക്കുന്നത്. അല്ലാതെ ഇനി അവിടെ ഇനിയിപ്പം പുതിയ ഗസ്റ്റുകൾ പോവുകയാണ്. ഇനി ഒരു ഗസ്റ്റുകൾ, അതായത് ഒരു ടാസ്കും കൂടെ ചിലപ്പോൾ വരാം. പിന്നെ കോടതി ടാസ്കും എല്ലാം വരാം. അപ്പം അടുത്ത ഗസ്റ്റുകൾ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ ഫാമിലി വീക്ക് അത് ഇതെന്നൊക്കെ പറഞ്ഞൊക്കെ പോകും. എന്തായാലും ഈ സീസൺ മൊത്തത്തിൽ കോമഡി സീസണായിരുന്നു അല്ലേ? നിങ്ങൾക്കത് ഫീൽ ചെയ്തില്ലേ കോമഡി സീസൺ ആയിരുന്നുള്ളത്? എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്തിട്ടുള്ളത് കോമഡി സീസൺ ആയിരുന്നുള്ളത്. ഇത് വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ സീസൺ നല്ല എൻ്റർടൈനിങ് ഉണ്ടായിരുന്നു. കാരണം അതിൽ ഒരാളായാലും നിന്ന് എൻ്റർടൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത്ര ബോറിംഗ് അല്ലായിരുന്നു. ഈ ഒരു സമയമായപ്പോഴത്തേക്ക് കഴിഞ്ഞ സീസണിലെ വിന്നറെ നമ്മൾ പറഞ്ഞു, ഓക്കെ ഇന്നയാളാണ് വിന്നർ എന്നുള്ള സാധനം വേദം സെറ്റ് ചെയ്തു. പക്ഷേ ഇവിടെ സ്റ്റിൽ കൺഫ്യൂസിംഗ് ആയിട്ട് നിൽക്കുന്നൊരു സാധനം. അതിപ്പോൾ വന്ന ഗസ്റ്റുകൾക്കൊന്നും പറയാനൊന്നുമില്ല, ബോസേട്ടനും പറയാനൊന്നുമില്ല. ബോസേട്ടൻ വരെ പറഞ്ഞു നിങ്ങൾ തോൽവിയാണ് മക്കളെ, തോൽവിയാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ നടത്തി അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ ഒരു ടാസ്ക് കുളവാക്കി വെച്ച് നിർത്തിയിട്ടുണ്ട്.